നമ്മുടെ അനിയൻ വന്നിട്ടുണ്ട് എന്നെ ഇവിടെ നിന്ന് പിക്ക് ചെയ്യാനായിട്ട്. ഇന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എറണാകുളത്ത് നിന്ന് വന്നിട്ടുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോഴേ വീട്ടുകാരൊക്കെ യൂട്യൂബ് വീഡിയോ എടുക്കണ കേസൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര കളിയാക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോയിട്ട് വേണം വീട്ടുകാരെ ശരിക്കുള്ള എക്സ്പ്രഷൻ അറിയാൻ. ഇവൻ കണ്ടില്ലേ ഇങ്ങനെ നിൽക്കണ്. ഇനിയിപ്പോൾ അമ്മയുടെയൊക്കെ എക്സ്പ്രഷൻ എനിക്ക് ബാക്കി കാണേണ്ടത്. ഇതാണ് നമ്മുടെ സ്ഥലം, ഇതാണ് എൻ്റെ വീട്. അല്ല ഇതല്ല ഇതിൻ്റെ അപ്പുറത്തേട്ടാ. ഇവിടെ എന്തൊക്കെയോ ചെയ്യണ്ടല്ലോ. കിരചേട്ടൻ എന്തൊക്കെയോ ചെയ്യണ്ടല്ലോ. ഞാൻ വരുന്ന പറഞ്ഞിട്ട് അൽഫാം പിടിക്കണോ? ഇവിടെ കുട്ടാരും വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ നേരെ ഞങ്ങളൊക്കെ സംസാരിച്ചു കേട്ടോ. കുറച്ചു നേരം വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ഞങ്ങൾ വിശേഷങ്ങളും നാട്ടിലത്തെ വിശേഷങ്ങളും എല്ലാം അങ്ങനെ സംസാരിച്ച് നിന്നു. കാരണം എപ്പോഴും കൂടുതലില്ലല്ലോ, ആരെങ്കിലുമൊക്കെ ഒരാളുണ്ടാവില്ലേ വരുമ്പോൾ. ഇതിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടിയ സമയമായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഇവരോട് സംസാരിച്ചിട്ട് പിന്നെ വീട്ടിൽ കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ മസിൽ മേനുണ്ട് ഞാനപ്പോഴേ വീട്ടിലെത്തി വീഡിയോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടേ ആദ്യമായിട്ട് വീട്ടിലേക്ക് വരിക. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ അത് എനിക്കറിയില്ല. അമ്മയുടെയും അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നൊന്നും അറിയില്ല. നടന്നങ്ങോട്ട് കയറാം. അമ്മ പിന്നെ എന്ത് ചെയ്തിട്ടും വീഡിയോയ്ക്കൊന്നും വരുന്നില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ ഞാൻ അറിയാണ്ട് എടുക്കണതാ. ഇതൊക്കെ എടുക്കുമ്പോൾ അമ്മ നല്ല ചീത്തയൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് ഇഷ്ടമാണോ വീഡിയോയിൽ വരാൻ? എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടാ? എങ്ങനെയുണ്ട്? ആദ്യം ഡാൻസ് ചെയ്യണേ കാര്യം പറയേ. ഏത് വീഡിയോ കണ്ടേ? 12 അമ്മമ്മത് ചപ്പാത്തിക്ക് ഇരുന്നുണ്ട്. ഒരു ഉറക്കത്ത് തന്നിട്ട് ഇരുന്ന് തിന്നണം കേട്ടാ. അപ്പോ എന്തിട്ട് ഞാൻ ചെയ്യണല്ലേ. ഇടിക്കഥ ഇവൻ്റെ കോളേജിൽ ഇടിക്കഥ അതൊക്കെ പറഞ്ഞിട്ട് മര്യാദക്ക് തള്ളി തുടങ്ങിയായിരുന്നു. പക്ഷെ എന്താ പറയുക, അപ്പോഴേക്കും ഞാൻ ഫോൺ ഒളിപ്പിച്ചും കണ്ടു. അമ്മയാണെന്നുണ്ടെങ്കിലോ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പോൾ ഒറ്റ തിരിയല്ലേ. ഇനി അമ്മ ഉറങ്ങിണ്ടാവും. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇന്നലെ നൈറ്റ് ഞാൻ അവിടെ നിന്ന് പോന്നു. വർക്കൊക്കെ കഴിഞ്ഞിട്ട് കയറി. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ വീട്ടുകാർക്കൊന്നും എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു വീഡിയോയിൽ. അങ്ങനെ വലിയ കണ്ടൻറ്റൊന്നും ആയിട്ടില്ല. നമ്മളിങ്ങനെ നോക്കണുണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻറ്റുകളൊക്കെ ചെയ്യാനും വെറൈറ്റി ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും നോക്കണമൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് സെറ്റായി തുടങ്ങിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണമെങ്കിൽ നമ്മൾ ലീവൊക്കെ എടുത്ത് വെറുതെ ഇരിക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരങ്ങൾ മാത്രമല്ല ഇറങ്ങുള്ളൂ. അപ്പോൾ വീട്ടിലേക്ക് വന്ന് വീട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതൊരു കണ്ടൻറ്റ് ആക്കാൻ വിചാരിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റുകൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നാട്ടിലല്ലേ, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിള്ളേരും അവരവരൊക്കെ ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഒന്ന് കാണിക്കാം, ഫ്രണ്ട്സിനൊക്കെ കാണിക്കാം, വീടിൻ്റെ അവിടെയൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഇന്നലെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി. ഞാനും ബിരിയാണി കിടന്നുറങ്ങുന്നുണ്ട് അവനിട്ടുള്ള. അപ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും അറിയില്ല. നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്തോളൂ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്, എങ്ങനത്തെ കണ്ടൻറ്റ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, ബെൽ ബട്ടൺ അമർത്തണം. സാധാരണ എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ തന്നെ ഞാനും പറയണു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓരോ കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്നിപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ വീട്ടിലുള്ളവരൊക്കെ ഞാൻ കാണിച്ചു തരാം. അവർക്ക് ആർക്കും വലിയ ഇതൊന്നുമില്ല, ഇഷ്ടമൊന്നുമില്ല വീഡിയോൻ്റെ ഫ്രണ്ടിലോട്ട് വരാൻ. എന്നിട്ട് പരിപാടി ഇല്ലേ, ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറയും. ഒരു ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. അവർ നല്ല പണി. എല്ലാവരും എന്തായാലും കുറച്ച് പണിയിലൊക്കെ ആവും. പിന്നെ നമുക്ക് പോയിട്ട് എന്താ അവസ്ഥ. എഴുന്നേറ്റ് അപ്പം ചായ വേണം. നേരെ വന്ന് ചായ, അമ്മ ചായ വെച്ചിട്ട് അതുകൊണ്ട് വിളിച്ചേ. വന്നപ്പന ചായ. പിന്നെ ഈ അച്ഛനൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഒരു ഹായ് പറഞ്ഞേ. ദേവിൻ്റെ അമ്മയും ഒന്ന് തിരിഞ്ഞേ.
ഇതൊന്നും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുക. പിന്നെ നമ്മളെ വീട്ടിലേ വേറൊരാൾ കൂടി ഉണ്ട്, ആളെയും കൂടി കാണിച്ചു തരാം. ആളിനെ ഇന്നലെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മൈൻഡ് ചെയ്തൊന്നുമില്ല, അപ്പോൾ ചെറിയ പിണക്കത്തിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ. കാണിച്ചു തരാം കേട്ടോ. ഷേടോ 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 പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങാം. ഷേടോ ഇവനെ കൂട്ടിൽ നിന്ന് ഇറക്കി ഇങ്ങനെ കുറച്ച് ബേഗിൽ തരണ്ട്. വാ നന്നായിക്കൊക്കെ കൊള്ളൂടെ അമ്മേ കള്ള ഷേടോ ഞാൻ നിൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. നിന്നെ ഞാൻ യൂട്യൂബിലൊക്കെ ഇടും. ഇതാ ഒന്ന് വെകിളിത്തരം കുറയ്ക്കേ. ഇവനെ ഇങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇവനിങ്ങനെ കുറച്ച് വെകിളിത്തരങ്ങൾ കൂടുതലാണ്. ഇതൊക്കെ ഇവൻ്റെ കേട്ടോ, ഇതൊക്കെ ഇവൻ്റെ ആർട്ട് ഡിസൈനാണ്. നമ്മളെങ്ങോട്ട് പോയാലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോണുമേ കിട്ടില്ല കേട്ടോ. ഇത് ഇവിടെ ഇങ്ങനെ മാന്തുവോ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ എപ്പോഴും ഇങ്ങനെ കിടക്കും അച്ഛൻ്റെ കൂടെ. കൂട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ആൾ ഇവിടെ വന്ന് ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ പുറത്തേക്ക് തന്നെ നോക്കി ഇവിടുത്തെ നാച്ചുറൽ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കിടക്കും പുള്ളിക്കാരൻ. അപ്പോൾ ഇനി എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പം ഇന്നലെ നൈറ്റാണ് നല്ല ലേറ്റായിട്ട് എത്തിയത്. പിന്നെ മാത്രമല്ല എൻ്റെ ഫോണിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല, പിന്നെ ചാർജും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്നലെ നൈറ്റിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് കുറച്ച് എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല, അമ്മയും അച്ഛനൊക്കെ ഒരു കല്യാണത്തിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ വീഡിയോസിലധികം ഞാൻ പിന്നെ അത് ഒരുപാട് വീഡിയോസ് എടുത്തില്ല. നല്ല മഴയും പിന്നെ കറണ്ട് പോക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് അങ്ങനെ തന്നെ നിന്നു. ഷീസ് മൈ അന്നക്കുട്ടി, ഷീസ് മൈ ഇസ. ഇതിന് കുറച്ച് എന്താ അന്ന, ഇതിന് കുറച്ച് എന്താ പറയാ ആക്രാന്ത് ആണ്. ഭയങ്കര എക്സ്ട്രോവേർട്ടാ, ഭയങ്കര എന്താ പറയാ ഇങ്ങനെ ചാടി നിൽക്കില്ലേ, അതാണിത്. കാണിച്ചോളത്തെ, നിന്റെ മുഖം കാണിച്ചോളത്തെ. നിങ്ങൾ അന്നക്കുട്ടിയുടെ ചെറുപ്പത്തിലെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം ആൾ ഇത്ര എത്തി. എന്താ എന്തിനു കരയണേ, എന്തിനു കരയണേ? ഇന്നപ്പോൾ ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയാണല്ലോ. ഉരുളക്കിഴങ്ങല്ലേ ഇത്, കൊള്ളിയ ദേ അമ്മേ സാധാരണ സ്റ്റീൽ പ്ലേറ്റിലേക്ക് തരാട്ടാ. ഇതിപ്പോൾ വീഡിയോ എടുക്കാതെ അറിയട്ടെ, അതുകൊണ്ട് മറ്റേ വിരുന്നുകാരൊക്കെ ഒരുമിച്ച് എടുക്കുന്ന പ്ലേറ്റിൽ അതൊക്കെ എടുത്തിട്ടുണ്ട്. എന്താണോ അത് ചോദിക്കണേ, നീ അപ്പോൾ അപ്പുറത്തേക്ക് വെക്കുക. ഹായ്, കുഴപ്പമില്ല. അവനോ കുട്ടാരു? ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിത് എഴുന്നേറ്റ് ടാങ്കൊക്കെ എഴുതാണ്ട് വീട്ടില്. അപ്പോൾ ഞാൻ വരണ അറിഞ്ഞിട്ടാണോ സെറ്റപ്പായിട്ട് ഇവിടെ കൊച്ചി കരിയാട്ടാ, വൈപ്പിൻ. അമ്മ ചെറിയൊരു പണിയാണോ, അതിനുള്ള പരിപാടിയാണ്. ടാങ്ക് കഴുകുക. ഒരു 6 മാസമൊക്കെ തോന്നുന്നുണ്ട് ടാങ്ക് കഴുകിയിട്ട്. 6 മാസമൊക്കെ തന്നെ ഞാൻ വന്നിട്ട് തന്നെ കഴുകിയേ. ഞങ്ങൾ രണ്ടും കൂടി ടാങ്ക് കഴുകാനുള്ള പരിപാടിയില്ല. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത വ്യൂ എടുക്കലുണ്ടോ?
ഇങ്ങോട്ടൊന്നും ആരും കയറാറില്ലേ. ഞങ്ങളിപ്പോൾ ടെറസിന് മുകളിലേക്ക് വരുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കയറി കഴിഞ്ഞപ്പോഴാണ് പതുക്കെ മഴ അങ്ങനെ ദൂരത്ത് നിന്ന് വരുന്നു. അതൊന്ന് നിങ്ങൾ കണ്ടു നോക്ക്, നല്ല കിഡിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മഴ വരുന്നു. തീരുമ്പോൾ പണി തരാമെന്ന് പറഞ്ഞ പോലെ ടാങ്ക് കഴുകി അടിക്കുക വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പിന്നെ പറഞ്ഞു ഗ്യാസ് ഒന്ന് ശരിയാക്കാൻ. ഗ്യാസല്ല, സ്റ്റൗവ്. പിന്നെ അത് ശരിയാക്കുമ്പോൾ അമ്മമാർക്ക് എന്ന് പറഞ്ഞൊരു പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. നമ്മളെന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചിലപ്പോൾ വല്ല ഫാൻ തുടക്കുകയോ അല്ലെങ്കിൽ വല്ല ബൾബൊക്കെ മാറ്റിയിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വലിയ ടെക്നീഷ്യനാവും അമ്മമാരുടെ ഒപ്പിൽ. എന്നാണ് ആദിക്കുട്ടൻ, എൻ്റെ ഇവിടുത്തെ ഫ്രണ്ടാണ്. അല്ല ആദിക്കുട്ട, എൻ്റെ പേര് ആദി, എൻ്റെ പേര് ആദി. ഡ്രോൺ വാങ്ങാൻ പോവാ? നീ മറ്റേ ഇത് മേടിച്ചില്ലേ RC കാറ്? അതെവിടെയാ? ചാർജ് ഉണ്ടായില്ലേ? ഇതാണ് നമ്മുടെ ഷാരുൻ ചേട്ടൻ, എൻ്റെ അപ്പുറത്ത് വിടുന്ന ചേട്ടാ. ആള് ഭയങ്കര ബിസിയില്ല. പരിപാടി ഇവിടെ ഉണ്ണിയുടെ പരിപാടിയാ, ഷാരുൻ ചേട്ടൻ്റെ ചേട്ടൻ്റെ കിരൺ ചേട്ടൻ. അപ്പം അതിൻ്റെ പരിപാടിക്ക് ആയിട്ട് ആളെന്നെ പെയിൻ്റ് അടിക്കുക. ആളല്ലെങ്കിലും വീട്ടിലത്തെ പരിപാടികളൊക്കെ ആളെന്നെ ചെയ്യുക. ഇതൊക്കെ ആള് പണിക്കാരനും ആളും കൂടി നിർത്തിയിട്ട് തന്നെ ഈ വാർഡ്രോബും അല്ല ഈ TV യൂണിറ്റും കാര്യങ്ങളൊക്കെ ആളെന്നെ സെറ്റ് ചെയ്തത്. ആൾ കുറച്ച് വെറുതെ ഇരിക്കുക ഇഷ്ടമില്ലാത്ത ആളാണ്. ഒരു സൺഡേ ഒക്കെ കിട്ടി കഴിഞ്ഞാൽ അപ്പോൾ ആൾക്ക് എന്തെങ്കിലും വീട്ടിലെ പണികളൊക്കെ തന്നെ ചെയ്ത്. AC മെക്കാനിക്കാണ് ശരിക്കും. ഈ AC ഒക്കെ ഫിറ്റ് ചെയ്ത ആളാണ്. പിന്നെ ഒഴിവ് സമയങ്ങളിൽ എല്ലാ പണിയെടുക്കും അല്ലേ, ഓൾറൗണ്ടർ. മറ്റേ യൂട്യൂബറിൽ ഓൾറൗണ്ടർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പീച്ചിയിലേക്ക് പോകാൻ കേട്ടോ. ഇത് പീച്ചിക്ക് പോകണം, നല്ല അടിപൊളി വഴിയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും KFRA അവിടുത്തെ ഒരു വഴി. അപ്പോൾ ആ വഴി കൂടെ പോയിട്ട് നമ്മുടെ മാമൻ്റെ വീടുണ്ട് പീച്ചിൽ. അപ്പോൾ അങ്ങോട്ടൊന്ന് പോയി അവരൊക്കെ ഒന്ന് കണ്ടു. ഇവരെ ശരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേട്ടോ. അവരോട് ഞാൻ പറഞ്ഞില്ല ഞാൻ വരുന്ന കാര്യം. അപ്പോൾ ഒരു റിയൽ ഫേസസ് എനിക്ക് കിട്ടി, അതിൻ്റെ നാണത്തിലാണ് അവരൊക്കെ. പിള്ളേരെ എൻ്റെ വീഡിയോ കണ്ടൊക്കെ ഇരിക്കുക. നമുക്ക് അവരോട് ചോദിക്കാം, എങ്ങനെയുണ്ട് എൻ്റെ വീഡിയോ? ഞാൻ പറയിപ്പിക്കണമെന്നല്ലാന്ന് പറയും. സൂപ്പറല്ലേ? താങ്ക് യു. പിന്നെ നമ്മളവിടെ നിന്ന് തക്കടോൻ്റെ ഒരു കിടിലൻ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ശാലി ചേച്ചി ഞാൻ വീഡിയോ കണ്ടിട്ട് കണ്ണൊക്കെ പൊത്തി പുറത്തേക്ക് ഓടി. പിന്നെ തിരിച്ചു പോവാന്ന് കുട്ടാനോട് യാത്ര പറയാൻ പോയപ്പോൾ അവരൊക്കെ അവിടെ ഭയങ്കര ആഘോഷ പരിപാടികളുള്ള സൺഡേ ആയിട്ടുള്ള. എൻ്റെ സൂര്യൻ എന്താണ് അഭിപ്രായം? ഞാൻ വീഡിയോ ചെയ്യുന്നതിനെ പറ്റി എന്താ നിനക്ക് അഭിപ്രായം? ചോദിച്ചേ പറഞ്ഞു പറയിപ്പിക്കല്ലേ. നിനക്കെന്താ അഭിപ്രായം? നിന്റെ അഭിപ്രായം എന്താ? പിന്നെ നമ്മളെല്ലാവരുടെ അടുത്തും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ തൃശ്ശൂർക്ക് തന്നെ തിരിച്ച് പോന്നു കേട്ടോ. നമുക്ക് തിരിച്ച് പോയിട്ട് കുറച്ച് അത്യാവശ്യമുള്ള കാരണം നമ്മൾ നേരെ പോന്നു. ഞാൻ KSRTCയിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരിക ചെയ്തേ. പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ അവിടെ പാറു നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സ്നാക്സൊക്കെ തന്നെ കഴിച്ച് അതിൻ്റെ ഇടയിൽ പാറു ഇരുന്നിട്ട് മറ്റേ ദിയ കൃഷ്ണകുമാറിൻ്റെ ഡെലിവറി മറ്റേ വീഡിയോ ഒക്കെ ഇരുന്ന് കണ്ടിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ട്രെയിനൊക്കെ വന്നു കേട്ടോ. ട്രെയിനിൽ കൊടുക്കുന്ന തിരക്കായാലും നമുക്ക് വീഡിയോ ഒന്നും ശരിക്കും എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ നമ്മുടെ നാട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും നമ്മൾ നല്ല അടിപൊളി കണ്ടൻറ്റുകളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ബൈ.